Hello everyone, welcome back to yet another part of KC series. So ഇന്നത്തെ പാർട്ട് 3 ഓഫ് KC സീരീസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേ ടു മദീനയാണ്. അപ്പോൾ മദീനയിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ എന്തൊക്കെ കണ്ടു, എന്തൊക്കെ കഴിച്ചു, അതുപോലെ തന്നെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഈ ഒരു പാർട്ടിൽ കാണാൻ കഴിയും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. وظننت أنا أني بذلك حزت غنى فوجدت أني خاسر فتلك مظاهر لا 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 نحتاج المال كي نزداد جمالا جوهرنا هنا في القلب لا 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 نرضي الناس بما لا نرضاه لنا حالا ذاك جمالنا يسمو يتعالى വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ജിദ്ദയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പള്ളി കയറി അസറ നിസ്കരിച്ചു. അവിടുന്ന് കിട്ടിയ വെള്ളം കാരക്കാണ് ഇട്ടത്. അങ്ങനെ അതൊക്കെ കുടിച്ചും കഴിച്ചും ഞങ്ങൾ ഒരു കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഹൈവേയിൽ വെച്ചിട്ട് നമ്മുടെ വണ്ടി നമുക്ക് ചെറുതായിട്ടൊരു പണി തന്നിട്ടുണ്ടായിരുന്നു. ചെറുതല്ല, അത്യാവശ്യം വലുത് തന്നെയാണ് കേട്ടോ. ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചു. നടു റോട്ടിൽ കാറ് ബ്രേക്ക് ഡൗൺ ആയി കിടന്നപ്പോൾ ആരും തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല. ദാ ഈ കാണുന്ന മനുഷ്യനാണ് കേട്ടോ ഞങ്ങളുടെ വണ്ടി ഒന്ന് ഉന്തി തള്ളി സൈഡിലേക്ക് ആക്കി തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ റിക്കവറി വണ്ടി വന്ന് ഞങ്ങളുടെ വണ്ടി അതിൽ കയറ്റിയിട്ട് അവർ വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയെങ്കിലും ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. എന്താ ഈ കാണുന്ന മാളിൻ്റെ പേര് ഹൈഫ മാൾ എന്നാണ് കേട്ടോ. എൻ്റെ പേരിലുള്ള മാളാണ്. എൻ്റെ പേരിലുള്ളതല്ല, എൻ്റെ പേരുള്ള മാള്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എൻ്റെ ഉപ്പ പറഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ജിദ്ദയിലാണ് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ അത് കാണാൻ ഞങ്ങൾക്കൊരു മോഹം. അങ്ങനെ ഉപ്പ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുപോവാണ് കേട്ടോ. അതിൻ്റെ പണി ഇനിയും തീർന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി അത് കാണാൻ പോവാം. ഇതോ ആ കാണുന്നതാണ് കേട്ടോ ജിദ്ദ ടവർ. കാണുമ്പോൾ അടുത്താണെന്ന് തോന്നുന്നുണ്ടെങ്കിലും വളരെ ചുറ്റിയാണ് കേട്ടോ ഞങ്ങൾ അതിൻ്റെ കുറച്ചെങ്കിലും അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വഴികളൊക്കെ അടച്ചു വെച്ചത് കാരണം ഞങ്ങൾക്ക് അതിൻ്റെ അടുത്ത് പോകാൻ കഴിഞ്ഞില്ല. എനിവേ ഞങ്ങൾക്ക് കുറച്ചടുത്തുള്ളൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ലൊരു സ്പോട്ട് തന്നെ ഞങ്ങൾക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് വീഡിയോസ് ഫോട്ടോസ് എല്ലാം എടുത്ത് ഞങ്ങൾ വീണ്ടും തിരിച്ച് യാത്ര തുടങ്ങി.
الحياة حسن مش طبيعي، ده اللي القمر من عينيه ولا غار، دي الابتسامة شمس طالعة بالنهار، يا روحي روحي معاه وفي جماله ضيعي، طمع في അതൊക്കെ سحر കണ്ടു കഴിഞ്ഞ് الحياة നമ്മൾ വീണ്ടും حسن مش മദീനയിലേക്കുള്ള യാത്ര طبيعي، തിരിച്ചു. ده اللي القمر പിന്നെ من നമ്മൾ മഗ്‌രിബ് عينيه നിസ്കരിക്കാൻ ولا വേണ്ടിയിട്ട് ഒരു غار، പള്ളിയിൽ دي നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് الابتسامة മഗ്‌രിബൊക്കെ شمس നിസ്കരിച്ച് طالعة പിന്നെ കുറച്ച് ഭക്ഷണമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷണം മേടിച്ചിട്ടുണ്ടായിരുന്നത് മലയാളികളുടെ ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ. 2 സാൻഡ്വിച്ചും ഒരു ഷവർമയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മലയാളികളായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം അവരോട് സംസാരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് ഇറങ്ങുന്ന ടൈമിൽ അവർ നമുക്ക് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡും കൂടെ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതൊരു 6 റിയാലിൻ്റെ ഭക്ഷണമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഫുഡായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അവർ പാക്കാക്കണ ഈ ഒരു ഐറ്റം കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഞങ്ങൾ മേടിച്ച ഭക്ഷണത്തിന് മാത്രം ഞങ്ങൾ പൈസ കൊടുത്തിട്ട് അവിടുന്ന് ബാക്കിയെല്ലാം പാർസലാക്കിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇശാ നിസ്കരിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഒരു പള്ളിയിൽ നിർത്തി നമ്മൾ ഇശാ നിസ്കരിച്ചു. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഉപ്പാക്ക് ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കാപ്പി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ഗ്ലാസ് കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്തു. അങ്ങനെ വണ്ടി കയറി ഒരുറക്കമൊക്കെ പാസ്സാക്കി എണീച്ചപ്പോഴേക്കും മദീന എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന പള്ളീൻ്റെ പേരാണ് കേട്ടോ മസ്ജിദ് ഖുബ. അവിടെ കയറി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് യാസീനൊക്കെ ഓതി ഞങ്ങൾ നേരെ മസ്ജിദ് ഖിബ്ലത്തൈനിലേക്ക് പോയി. وتصفو الحياة بنور هدى وتطلب نفس له طاعة ويبلغ سعادة. മസ്ജിദ് ഖിബ്ലത്തൈനിൽ പോയെങ്കിലും അവിടെ പാർക്കിംഗ് ഇല്ലാത്തത് കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. أحب رضاه أحب لقاه يظل يجيء إلى ربوة قرار. അങ്ങനെ വീണ്ടും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ മദീന മുനവ്വറ പള്ളിയുടെ താഴെ പാർക്കിങ്ങിലെത്തി. അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലായതുകൊണ്ട് തന്നെ ഭയങ്കര പൈസയായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ വീണ്ടും ഞങ്ങൾ പാർക്കിങ്ങൊക്കെ അന്വേഷിച്ച് റൂം അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടി. ഞങ്ങൾ കുറഞ്ഞ പൈസക്ക് തന്നെ ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടി. ഞങ്ങളവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ ഫ്രഷ് ആയിട്ട് മദീനയിലേക്ക് പോയി, പള്ളിയിലേക്ക് പോയി. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി പുതിയൊരു പാർട്ടിൽ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ.